Assalamualaikum, welcome back to our channel. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഒരു പൊട്ടാറ്റോ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടുമല്ലോ, അതേപോലെ നമുക്ക് ഇതിലേക്ക് കുറച്ച് വാട്ടിയെടുക്കാനുണ്ട്, കുറച്ച് പൊടി വാട്ടിയിട്ട് എടുക്കാനുണ്ട്. അപ്പോൾ നമ്മളൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു നുള്ള മഞ്ഞൾപ്പൊടി നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട, ഓപ്ഷണലാണ് കേട്ടോ. ഗ്ലാസ് അരിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുക. ഇനി നമ്മൾ ഒരു പൊട്ടാറ്റോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ആ പൊട്ടാറ്റോ നന്നായിട്ട് വേവിച്ചിട്ട്, ഒരു നുള്ള ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് അതൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് മാഷ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ഈ ഒരു പൊട്ടാറ്റോയും ഈ ഒരു മാവും കൂടിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സാക്കി എടുക്കണം. നമ്മൾ എടുക്കുന്ന പൊട്ടാറ്റോ അനുസരിച്ചിട്ടാണ് നമ്മൾ പൊടി എടുക്കാൻ കേട്ടോ. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ഒരു സവാളയാണ്. ഒരു സവാള നല്ല കുഞ്ഞീതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ചേർക്കുമ്പോൾ നല്ല കുനുകുനുന്നനായിട്ട് അരിയാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഉഴുന്നുവടയ്ക്കൊക്കെ അരിയുമല്ലോ, അതേപോലെ അങ്ങോട്ട് അരിഞ്ഞെടുക്കാം. അതേപോലെ കുറച്ച് കറിവേപ്പില, ഒരു 2 പച്ചമുളക്, കുറച്ച് മല്ലിയില കൂട്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് അതിലേക്ക് അങ്ങോട്ട് മിക്സ് ആക്കിയിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവൊക്കെ വേണമെങ്കിൽ കുറയ്ക്കുക, അല്ലെങ്കിൽ പച്ചമുളക് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്കൊക്കെ കഴിക്കുമ്പോൾ പച്ചമുളക് ഉണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഇതൊന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്കൊരു ടീസ്പൂണോളം കോൺഫ്ലോർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണയൊക്കെ തടവിയിട്ട് നന്നായിട്ട് ഒരു നമ്മൾ കുഴച്ചെടുക്കാൻ പാകത്തിനാക്കി എടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ആക്കിയെടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഫിംഗേഴ്സായിട്ടാണ് ഉണ്ടാക്കുന്നത്, പൊട്ടാറ്റോ ഫിംഗേഴ്സാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നീളത്തിലാണ് നമ്മൾ ഷേപ്പ് ചെയ്തിട്ടെടുക്കുന്നത്. നിങ്ങൾക്ക് ബോൾസ് ആയിട്ടോ എന്ത് ഷേപ്പിലാണെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളെല്ലാതും തയ്യാറാക്കിയെടുക്കുന്നത്. വെളിച്ചെണ്ണയിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് ഫ്രൈ ആക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ഓരോ ഫിംഗേഴ്സും ഇട്ടിട്ട് അങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കറിവേപ്പില ഇടുന്നത് അതിനൊരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അതങ്ങോട്ട് ഓരോന്നിട്ടിട്ടുണ്ട് ഫ്രൈ ആക്കി എടുക്കാം. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു സ്നാക്കിന് കിട്ടുന്നത് കേട്ടോ. ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല, എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അധികം ഇൻഗ്രീഡിയൻസ് വേണ്ടേന്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള പൊട്ടാറ്റോ ഫിംഗേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പറഞ്ഞ പോലെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം.